സൂര്യന്റെ താപത്തിൽ നിന്നും ഭൂമിക്ക് രക്ഷപ്പെടാനാവില്ല. അത് സഹിച്ചേ മതിയാകൂ. പിന്നെ എപ്പോഴാണോ ഈ ഭൂമിയും പിന്നെ ഈ വിത്തും ഇവ രണ്ടും ചുട്ടുപൊള്ളുന്നത്, അപ്പോഴായിരിക്കും പ്രകൃതി മഴ പെയ്യിക്കുന്നത്. ആ മഴ ലഭിക്കുമ്പോൾ ആ വിത്തുണ്ടല്ലോ, അത് ഒരു സുന്ദരമായ വൃക്ഷമായി മാറുന്നതാണ്. ഇപ്രകാരം തന്നെയല്ലേ നമുക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്കും എന്തെങ്കിലും ആപത്ത് വന്നാൽ അല്ലെങ്കിൽ കഷ്ടത ഉണ്ടായാൽ അതിന്റെ അർത്ഥം ഒരിക്കലും ഇതല്ല, നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന്. ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് വളരെ സുദൃഢമായി മാറേണ്ടതായി വന്നേക്കാം. അതിന്റെ ആവശ്യമുണ്ടാവുകയും ചെയ്യും. ഇത് അതിന്റെ അടിസ്ഥാനമാണ്. എത്രമാത്രം മനസ്സിലാക്കുന്നുവോ, എത്രമാത്രം ശക്തിശാലിയാകുന്നുവോ, അത്രയും പ്രതിരോധ ശക്തിയും ഉണ്ടാകുന്നു. നിങ്ങൾ നോക്കിയാലും ആഭരണങ്ങൾ പണിയും മുൻപ് സ്വർണത്തെ പല പ്രാവശ്യം ചൂടിൽ വച്ച് ഉരുക്കുന്നതാണ്. അഗ്നിയിൽ ശുദ്ധീകരിക്കാറുണ്ട്. അപ്രകാരം നിങ്ങളും